ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് ഡേ 1 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണല്ലേ? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ നോക്കിയാൽ അറിയാം, ഒന്നാമത്തെ ദിവസത്തെ ചോദ്യപേപ്പറാണ്. 2ാം ക്ലാസ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാരുടെ പേരും സ്കൂളിൻ്റെ പേരും ഒക്കെ എഴുതാൻ അവിടെ സ്പേസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. പ്രവർത്തനം 1, കഥ പൂർത്തിയാക്കാം. ഇവിടെ മനോഹരമായൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. കഥ കേട്ടോളൂ. പുഴക്കരയിലാണ് നീതുവിൻ്റെ വീട്. നീതുവിന് ഒരു വളർത്തു നായയുണ്ട്. പേര് ചിമ്മി. നീതുവിൻ്റെ അച്ഛനാണ് രാമു. മീൻ പിടിക്കലാണ് രാമുവിൻ്റെ ജോലി. അച്ഛൻ തോണി തുഴഞ്ഞ് പുഴയിലേക്ക് പോകുന്നത് നീതു നോക്കി നിൽക്കും. ഒരു ദിവസം തോണി തുഴഞ്ഞ് ഞാനും പുഴയിലൂടെ പോകും. നീതു ജിമ്മിയോട് പറഞ്ഞു. ആരുമില്ലാത്ത നേരം ജിമ്മിയെയും കൂട്ടി നീതു തോണിക്കരികിലെത്തി. അവർ തോണിയിൽ കയറി. തുഴഞ്ഞ് അവർ പുഴയുടെ നടുവിലെത്തി. പെട്ടെന്ന് മാനം കുറുത്തു. കാറ്റാഞ്ഞു വീശി. മഴ പെയ്യാൻ തുടങ്ങി. തോണി ആടി ഉലഞ്ഞു. പിന്നെന്ത് സംഭവിച്ചിട്ടുണ്ടാക്കും? കഥ പൂർത്തിയാക്കിക്കോളൂ കൂട്ടുകാരെ. അവസാനം 2 പേരും രക്ഷപ്പെട്ടതായി ഇവിടെ കഥയിൽ പറയുന്നുണ്ട്. കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം? ആരൊക്കെയാണ്? നീതു, ചിമ്മി. കഥയ്ക്ക് തലക്കെട്ട് നൽകൂ. 2ാമത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2, when we are in danger. A class on how to escape from dangers is conducted in Neetu's school. Class 1 22, Class 2 17, Class 3 24. നീതുവിൻ്റെ സ്കൂളിൽ ഡേഞ്ചർമാരിൽ നിന്ന്, അപകടകാരികളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാമെന്ന് പറയുന്ന ഒരു ക്ലാസ് സംഘടിപ്പിച്ചു. അതിൽ 1ാം ക്ലാസ്സിൽ നിന്ന് 22 പേരും 2ാം ക്ലാസ്സിൽ നിന്ന് 17 പേരും 3ാം ക്ലാസ്സിൽ നിന്ന് 24 പേരും പങ്കെടുത്തു. നമുക്ക് ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. ഫസ്റ്റ്, find out the total number of students from class 1 and class 2. 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും ടോട്ടൽ കുട്ടികൾ എത്ര പേരാണ്? എങ്ങനെ കണ്ടെത്താം? കൂട്ടി നോക്കിയാൽ പോരെ? കൂട്ടിക്കോളൂ. 22 + 17 = 39. Second question, 5 more students participated in class 4 than class 3. Then how many students participated from class 4? കൂട്ടുകാരെ, 4ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലേതിനേക്കാൾ 5 കുട്ടികൾ കൂടുതലായി പങ്കെടുത്തു. അങ്ങനെയാണെങ്കിൽ 4ാം ക്ലാസ്സിൽ എത്ര കുട്ടികളാണ് ഉള്ളത്? എങ്ങനെ കണ്ടെത്താം? 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണത്തോടുകൂടെ 5 കൂട്ടിയാൽ പോരെ? കൂട്ടിക്കോളൂ. 24 + 5 = 29. How many students participated from class 4? Yes, 29. Third question, find out the total number of students in class 3 and class 4. 3ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും എത്ര കുട്ടികളാണ് ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തത്? കൂട്ടി നോക്കൂ. 24 + 29 53. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 53. Fourth question, which class has the most number of students? ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ക്ലാസ് ഏതായിരുന്നു? യെസ്, ഫോർത്ത് സ്റ്റാൻഡേർഡിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തത്. ഹൗ മെനി? എത്രയാണ്? 29. ഫിഫ്ത്ത്, ഹൗ മെനി സ്റ്റുഡൻസ് ആർ ലെസ് ഇൻ ക്ലാസ് 1 ദാൻ ഇൻ ക്ലാസ് 3? 3ാം ക്ലാസ്സിൽ നിന്ന് 1ാം ക്ലാസ്സിൽ എത്ര കുട്ടികളാണ് കുറവുള്ളത്? എങ്ങനെ കണ്ടെത്താം? 24 - 22 = 2. 2 students are less than class 1 than in class 3. പ്രവർത്തനം 3,
രോഗങ്ങൾ പലതരം. ക്ലാസ്സിൽ പങ്കെടുത്ത ആരോഗ്യ പ്രവർത്തകർ കുട്ടികൾക്ക് നൽകിയ നോട്ടീസിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രോഗങ്ങൾ പലതരം. പലതരത്തിലുള്ള രോഗങ്ങളുടെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. രോഗങ്ങൾ വരാതിരിക്കാൻ കരുതലാണ് പ്രധാനം. രോഗങ്ങൾക്കെതിരെ ജാഗ്രത. നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന രോഗങ്ങളെ തരംതിരിച്ച് എഴുതണം. പകരുന്ന രോഗങ്ങളെന്നും പകരാത്ത രോഗങ്ങളെന്നും. പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ചിക്കൻ ഗുനിയ, കോവിഡ്, മലമ്പനി, എലിപ്പനി, ടൈഫോയിഡ്, ഇതെല്ലാം പകരുന്ന രോഗങ്ങളാണ്. പിന്നെ മന്ത്, വയറുവേദന, അതുപോലെ തന്നെ പ്രമേഹം, പല്ലുവേദന, വയറിളക്കം, വാതം, ഇതൊന്നും പകരുന്ന രോഗങ്ങൾ അല്ല, പകരാത്ത രോഗങ്ങളാണ് കേട്ടോ. രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾക്ക് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാനായിട്ട് കഴിയും? എന്തൊക്കെ എടുക്കാം? എഴുതിക്കോളൂ. ശുചിത്വം പാലിക്കാം. നല്ല ആഹാരശീലങ്ങൾ നമുക്ക് പാലിക്കാം. പ്രവർത്തനം 4. കടങ്കഥ. നീതുവിൻ്റെ മുത്തശ്ശി അവളോട് ചോദിച്ച കടങ്കഥകൾ നോക്കൂ. കടങ്കഥകളുടെ ഉത്തരം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം. ഡോക്ടർ വന്ന് കുത്തിവച്ചു, ഫീസ് വാങ്ങാതെ ഓടിപ്പോയി. ആരാണ്? അതെ, കൊതുകാണല്ലേ. രണ്ടാമത്തെ ചോദ്യം. വാർത്തകൾ പറയും ചങ്ങാതി, പാട്ടുകൾ പാടും ചങ്ങാതി, നാട്ടുകാരെ വീട്ടിൽ കാട്ടും, വീട്ടിലിരിക്കും ചങ്ങാതി. ആരാണ്? അതെ, ടെലിവിഷൻ. താഴെ പറയുന്നവ ഉത്തരമായി വരുന്ന കടങ്കഥകൾ എഴുതും. ഒന്നാമത്തേൻ്റെ ഉത്തരം തവള. എന്താ ചോദ്യം? എഴുതിക്കോളൂ. വാലില്ലാത്തമ്മയ്ക്ക് വാലുള്ള മക്കൾ. രണ്ടാമത്തേത് ചേന. ചേന ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ എഴുതിക്കോളൂ. കൈപ്പടം പോലെ ഇല, കൈവിരൽ പോലെ കായ്. ഇനി കൂട്ടുകാരെ സ്വന്തമായി ഒരു കടങ്കഥ എഴുതി നോക്കൂ. നല്ല നായ്ക്ക് നാവിന്മേൽ പല്ല്. ഉത്തരം ചിരവ. ആക്ടിവിറ്റി 5. ഹൈ മഞ്ചാടി. The manchadi is collected by Neetu and her friends are arranged in groups of 100, 10 and 1. നീതുവും അവളെ കൂട്ടുകാരികളും ചേർന്ന് മഞ്ചാടിക്കുരു കളക്ട് ചെയ്തു, ശേഖരിച്ചു. അവയെ അവർ അറേഞ്ച് ചെയ്തു വെച്ചു. എങ്ങനെയാ? 100, 10, 1 ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഓരോരുത്തർക്കും കിട്ടിയത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദി നമ്പർ ഓഫ് മഞ്ചാടീസ് ഈച്ച് വൺ കളക്റ്റഡ്. ഓരോരുത്തരും കളക്ട് ചെയ്ത മഞ്ചാടി എത്രയെന്ന് കണ്ടെത്തി എഴുതാം. നീതുവിന് 100ൻ്റെ സെറ്റ് 4ഉം 10ൻ്റെ സെറ്റ് 3ഉം 1ൻ്റെ 3 സെറ്റുമാണ് കിട്ടിയത്. അങ്ങനെ ടോട്ടൽ 433 മഞ്ചാടിയാണ് നീതു കളക്ട് ചെയ്തത്. അതുലിന് 100ൻ്റെ സെറ്റ് 3 എണ്ണവും 10ൻ്റെ സെറ്റ് 2 എണ്ണവും 1ൻ്റെ സെറ്റ് 4 എണ്ണവും കിട്ടി. അതുലിന് 324 മഞ്ചാടിക്കുരുവാണ് കിട്ടിയത്. ഫൗസിയയ്ക്ക് 100ൻ്റെ 3 സെറ്റും 10ൻ്റെ 3 സെറ്റും 1ൻ്റെ 3 സെറ്റുമാണ് കിട്ടിയത്. ഫൗസിയയ്ക്ക് ആകെ 333 മഞ്ചാടിക്കുരു കിട്ടി. തോമസിന് 100ൻ്റെ 2 സെറ്റും 10ൻ്റെ 1 സെറ്റും 1ൻ്റെ 4 സെറ്റും കിട്ടി. അങ്ങനെ 214 മഞ്ചാടിയാണ് തോമസിന് കിട്ടിയത്. റൈറ്റ് ദി നമ്പേഴ്സ് ഇൻ ദി അസെൻഡിങ് ഓർഡർ. ഇവിടെ തന്നിരിക്കുന്ന നമ്മൾ കൂട്ടി എഴുതിയ മഞ്ചാടിക്കുരുവിൻ്റെ നമ്പേഴ്സ് ഇല്ലേ, അത് അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതാം. 214, 324, 333, 433. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. വളരെ ഈസി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരുന്നതല്ലേ. അപ്പോൾ കൂട്ടുകാർ ഓരോ ക്വസ്റ്റ്യൻസും ശ്രദ്ധയോടെ വായിച്ചതിന് ശേഷം ആൻസർ എഴുതുക കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എക്സാം സ്പെഷ്യലുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്